പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കുന്ന ഓരോ പ്രവർത്തകരും ജീവിച്ചതും മരിച്ചതും ഈ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് ജീവിക്കുന്നതിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടി മാത്രം പാർട്ടികൾ ജീവിക്കുന്നത്. അങ്ങനെ പണത്തിന് വേണ്ടി ജീവിച്ച് ആവോളം പണമുണ്ടാക്കി. വളരെ ലളിതമായി നമ്മൾ ചോദിച്ചാലും ചോദ്യമില്ലേ, മരിക്കുമ്പോൾ ഇതെല്ലാം എടുത്തിട്ട് കൊണ്ടുപോകോ? പിന്നെ അഡ്വക്കേറ്റ് ബലദേവ് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കാം, എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാം. അതൊന്നും എനിക്കറിയാൻ മേല. കാരണം നമ്മളാരും മരിച്ചില്ലാലോ. മരിക്കുമ്പോൾ ഇതെടുത്തിട്ട് കൊണ്ടുപോകില്ലാലോ. ഈ മരിക്കുമ്പോൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്ന ഒരു ധനം നിങ്ങൾക്ക് എന്തിനാണ് വാസ്തവത്തിൽ ഈ പണം? എന്തിനാണ് ഈ പണം? മാന്യമായി പൊതുജനത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് പകരം ഈ ചെങ്കൊടി അവമാനിക്കുന്ന ഇത്ര മ്ലേച്ഛമായ ഏർപ്പാട് നടത്തിയിരിക്കുന്ന ആളെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൗച്ചറിൽ കുറിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ജി ശക്തിധരൻ വളരെ കൃത്യമായി, വളരെ വികാരവിക്ഷുബ്ധനായി അദ്ദേഹം എഴുതിയത്. അതുകൊണ്ട് തന്നെയാണത്. കാരണം അദ്ദേഹത്തിന് നെഞ്ചിൽ തട്ടും, സങ്കടം ഉണ്ടാവും, വേദനയുണ്ടാവും, നിസ്സഹായാവസ്ഥയുണ്ടാവും. ഈ നിസ്സഹായാവസ്ഥയും വേദനയും അറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും ചങ്ക് പൊട്ടി മുദ്രാവാക്യം പിടിക്കണം. അല്ലാതെ വെറുതെ മുദ്രാക്കള് എന്താ പറയാ, നമ്മുടെ ഈ പുഷ്പവൃഷ്ടി നടത്തി പറ്റിക്കുന്നില്ല, അതുപോലെ ഉണ്ടാവുന്നതല്ല മുദ്രാവാക്യം. അത് ഹൃദയത്തിൽ തട്ടി പ്രകമ്പനം കൊള്ളണം. അങ്ങനെ പ്രകമ്പനം കൊള്ളിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു പാർട്ടിയുടെ കേഡറാവാനും കഴിയില്ല. അങ്ങനെ കേഡറാവാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ സർവവൃത്തികേടുമെന്ന് നേരത്തെ ഒരുപടി ആളുകൾ പറഞ്ഞല്ലോ. ഈ പറയുന്ന പുതിയ തലമുറയിൽപ്പെട്ട SFIക്കാർ ഏതെങ്കിലും ഒരാൾ വേണ്ടേ അതിനകത്ത്? ഒരാൾ വേണ്ടേ? മുഴുവൻ ആളുകളും ഇത്തരത്തിൽ ആരോപണങ്ങൾക്ക് പോകില്ലേ? എന്താ അതിന് കാരണം? നിങ്ങളുടെ മുമ്പിൽ ഒരു റോൾ മോഡലുണ്ട്. ആ റോൾ മോഡൽ ആരാ? ഈ മഹാചറ്റത്തരം, ഈ പറയുന്ന അധമത്വ പ്രവൃത്തികൾ ചെയ്തു വന്നിരിക്കുന്ന ഈ മനുഷ്യനാണ് അവിടെ ഐക്കൾ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഐക്കളായതുകൊണ്ടാണ് ഈ വിഷയം വന്നത്. ഇല്ലെങ്കിൽ 25 വയസ്സ് മാത്രം ഉണ്ടായിരിക്കുന്ന SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആർഷോം എന്ന് പറയുന്ന ആ വിദ്വാൻ എന്താ പറഞ്ഞപ്പോ, ഞങ്ങളുടെ നട്ടലിന്റെ ബലം നിങ്ങൾ അളക്കണ്ടായിരുന്നല്ലേ? ആരപ്പായിയാണ് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ജ്വരബാധ പിടിച്ച പോലെയല്ലേ നിങ്ങളുടെ ഒരു പ്രവൃത്തിയെ കാണുന്നതല്ലേ? ഇങ്ങനെ ഓരോ തരത്തിലും ഇത്തരത്തിലുള്ള അധമ പ്രവൃത്തികളുടെ വലിയ മഹായാനങ്ങൾ നിങ്ങൾ ഓരോ തവണ നടത്തുമ്പോഴും തകരുന്നത് നിങ്ങളുടെ പാർട്ടി തകർന്ന അത്രയും നല്ലത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ പൊതുമനസ്സിന്റെ ജനകീയ ആരോഗ്യമാണ്, അതായത് ജനാധിപത്യ ബോധമാണ് തകരുന്നത്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?